ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമായ നടുവേദനയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? തെറ്റായിട്ടുള്ള നിൽപ്പ്, അമിതഭാരം ഉയർത്തുന്നത്, ദീർഘനേരം നമ്മൾ ഇരിക്കുന്നത്, അമിതമായ വണ്ണം, പേശികളുടെ ബലക്കുറവ്, ഡിസ്കിൻ്റെ തെന്നൽ അല്ലെങ്കിൽ IVDP ഇൻ്റർവെർട്ടബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, സ്പോണ്ടൈലോസിസ്, ഓസ്റ്റിയോപൊറോസിസ്, ചിലപ്പോഴൊക്കെ നമ്മുടെ കിഡ്നിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഗൻസിൽ വരുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങളുടെ ബാക്കിയായിട്ട് ഇങ്ങനെയൊക്കെയാണ് നടുവേദന വരുന്നത്. സാധാരണ നടുവേദന നടുവിൽ മാത്രമായിട്ട് വേദന ഉണ്ടാവും. ചിലപ്പോൾ ആ വേദന എക്സ്റ്റെൻഡ് ചെയ്യും. ചിലപ്പോൾ അത് കാലിലേക്കാവും. കാലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മരവിപ്പ്, തരിപ്പ്, ബലക്കുറവ്, നടക്കാൻ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ യൂറിനും സ്റ്റൂളും ഒക്കെ പാസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അതുപോലെ ഫീവർ ഉണ്ടാവുക കൂടെ, അല്ലെങ്കിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയാം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പ്രശ്നമായിട്ടുള്ള എന്തുകൊണ്ട് അണ്ടർലൈൻ ഡിസീസ് ഉണ്ടെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും ഇത് ഗുരുതര രോഗങ്ങളുടെ സൂചന ആയേക്കാം എന്നതിനാൽ തന്നെ ആവശ്യമുള്ള ടെസ്റ്റുകൾ രോഗനിർണയത്തിനായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ യൂഷ്വലി ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ MRI അല്ലെങ്കിൽ CT ആവശ്യമുള്ള കേസുകളിൽ ചെയ്യാറുണ്ട്. ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ, അതായത് രോഗി വന്ന വിവരങ്ങൾ പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ബാക്കി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടെസ്റ്റുകളിലേക്ക് പോയാൽ മതി. എനിവേ രോഗിയുടെ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റെസ്റ്റോക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിശ്രമിച്ചതിന് ശേഷം വേദന ഭയങ്കരമായിട്ട് കൂടെ ചലിച്ചു തുടങ്ങുമ്പോൾ കുറേ ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റോക്സ് കൊടുക്കും. ബ്രയണിയാണെങ്കിൽ ചെറിയ അനക്കത്തിൽ പോലും വേദന കൂടി നമുക്ക് വിശ്രമിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് ഹോമിയോപ്പതി മെഡിസിൻ ആയിട്ടുള്ള ബ്രയണി ആൽബം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആർണിക്ക പോലെയുള്ള മെഡിസിൻസ് ആണെങ്കിൽ നമുക്ക് വീഴ്ചയോ പരിക്കോ കഴിഞ്ഞിട്ട് ഒരു നടുവേദന വരാണെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ നെർവസ് ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു നടുവേദനയാണെങ്കിൽ ഹൈപ്പറിക്കം എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലിഗമെൻ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ടെൻഡിന് വരുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ റൂട്ടാഗ്രാവിയോളൻസ് നല്ലൊരു മെഡിസിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾ വരുന്ന സമയത്ത് നടുവേദന അല്ലേ തന്നെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് ചൂട് പിടിച്ച് മരുന്നൊക്കെ വെച്ച് കുറച്ചൊക്കെ നോക്കിയിട്ട് ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ നിങ്ങൾ മീറ്റ് ചെയ്യുക. വാട്ട് എവർ സിസ്റ്റം യു ലൈക്ക്, എന്നിട്ട് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ ആവശ്യമെങ്കിൽ ചെയ്യും. അപ്പോൾ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെസ്റ്റുകളുടെ ആവശ്യമില്ല. നമ്മൾ ബേസിക്കലി ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ പണ്ടത്തെ കാലത്ത് ഇത്രയും ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. ബട്ട് നമ്മൾ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റിലേക്ക് പോകണം. പിന്നെ കൃത്യമായിട്ടുള്ള പ്രസൻറ്റേഷൻ അനുസരിച്ചുള്ള മെഡിസിൻ കഴിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു സംഗതിയാണ് ഏറെക്കുറെ നടുവേദന. അപ്പം നടുവേദനയെ പറ്റിയുള്ള അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരോഗ്യ സംബന്ധമായ മറ്റൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.